ഹലോ, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും സനീസ് ഫ്ലേവർ ഹെവൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. ആവശ്യത്തിന് ഉപ്പിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു വേവ് മാറ്റി വെക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇടാനുള്ളതാണ്. ഇനി ആവശ്യമുള്ള ചേരുവകൾ സവാള, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്. നമുക്ക് ഈ സവാളയും പച്ചമുളകും ചോപ്പ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഉരുളക്കിഴങ്ങ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ വെന്തോ നോക്കാം. ചിക്കൻ ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. കാരണം ഒരു വേവ് നമ്മൾ മാറ്റി വെക്കണം. ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് വേവിക്കാനുള്ളത് കൊണ്ടാണ് ഒരു വേവ് മാറ്റി വെക്കുന്നത് കേട്ടോ. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി മൂപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഈ ചേരുവകളെല്ലാം കൂടി പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള നന്നായിട്ട് വഴഞ്ഞ് വരണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി ഈ കൂട്ടിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കനിൽ ഇട്ട് കൊടുത്തേക്കുന്നുണ്ട്, ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. മസാലപ്പൊടി ഇട്ട ശേഷം ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും വെന്തോ നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം ചോപ്പ് ചെയ്തിട്ട് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെന്ത ഉരുളക്കിഴങ്ങ് നമുക്കൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഉടഞ്ഞ ഉരുളക്കിഴങ്ങ് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കനും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്ത ചിക്കൻ നമുക്ക് മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റിൻ്റെ പരുവത്തിലാക്കി എടുക്കാം. മസാല എല്ലാം കട്ട്ലേറ്റിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട്ലേറ്റ് മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ ഒന്ന് പൊതിഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം പൊരിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ടാറ്റാ.